So we are discussing in next topic is Hitler and Nazism. അതായത് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിറ്റ്ലറും നാസിസവുമാണ്. അല്ലേ, നിങ്ങളെല്ലാവരും പിറ്റേഴ്സിൽ ഈ ക്ലാസ് കാണുന്നുണ്ടല്ലോ? ആ, ഇവിടെ വരെ എനിക്ക് തോന്നുന്നു നോൺ അലൈൻഡ് മൂവ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ വരെ ആയെന്ന് തോന്നുന്നു അല്ലേ? അവിടെ വരെ. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിട്ട് നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകത്തില്ല കേട്ടോ. ഈ പോർഷൻ മുഴുവൻ തീർന്നിട്ട് നമുക്ക് വീഡിയോസ് കാണാം, അത് മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ ക്ലാസ്സും ഇതും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകത്തില്ല. ഓക്കെ, ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Hitler and Nazism. Adolf Hitler, first they came for the socialist and I did not speak out because I was not a socialist. Then they came for the trade unionist and I did not speak out because I was not a trade unionist. And Jews and I did not speak out because I was not a Jew. Then they came for me. And there was no one left to speak for me. And Frank's diary enrich are the testament of the assault and cruelty and Nazi rule. And Frank, along with her family, went into hiding during the war, but were caught later, and Frank and her sister were detained in Auschwitz concentration camp. Both of them died in the same camp. German pastor Martin
Nazism is the German version of fascism. അതായത് നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന ഭാഗം ടോപ്പിക് എന്ന് പറയുന്നത് ഹിറ്റ്ലറും നാസിസവുമാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ ഹിറ്റ്ലറിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ. ഹിറ്റ്ലർ അല്ലെങ്കിൽ നാസികൾ ആദ്യം എത്തിയത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. അവർ ആദ്യം എത്തിയത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാൻ ഒരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രതിഷേധിച്ചില്ല. അതായത് അവർ ആദ്യം തേടിയെത്തിയത് സോഷ്യലിസ്റ്റുകളെയാണ്. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് പ്രതികരിച്ചില്ല. അതിനുശേഷം പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഞാനൊരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തത് കൊണ്ട് അതിനും പ്രതിഷേധിച്ചില്ല. അതിനുശേഷം പിന്നീട് അവർ വന്നത് ജൂതന്മാരെ തേടിയായിരുന്നു. ഞാനൊരു ജൂതനല്ലാത്തതിനാല് ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല. അവസാനം അല്ലെങ്കിൽ ഒടുവിൽ അവർ എന്നെ തേടിയാണ് വന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല. ഇത് പാസ്റ്റർ മാർട്ടിൻ നിമോലയർ എന്ന് പറയുന്ന ജർമ്മൻ പുരോഹിതനാണ് ഇദ്ദേഹം. ആ ജർമ്മൻ പുരോഹിതനായ മാർട്ടിൻ നിമോലിയ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. ഇത് ഹിറ്റ്ലറിന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ആക്രമണത്തെയും മറ്റ് ഹിംസാത്മകമായ നടപടികളെയൊക്കെ വളരെ മൗനത്തോട് വീക്ഷിച്ചുകൊണ്ടിരുന്ന ജർമ്മനിയിലെ ബുദ്ധിജീവികളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണിത്. നമുക്ക് ഫാസിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം എന്ന് വേണമെങ്കിൽ പറയാം. ഇവ രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. മനസ്സിലായോ? കോയിൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിന് എത്ര വശങ്ങളുണ്ട്? രണ്ട് വശങ്ങളുണ്ട്. ഒരു വശത്ത് എന്തായിരിക്കും? ഇന്ത്യൻ റുപ്പി തന്നെ നമുക്ക് എടുക്കാം. ഒരു വശത്ത് എന്തായിരിക്കും? മറ്റേ വശത്ത് ടെയിലായിരിക്കും, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഈ നാസിസവും ഫാസിസവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിരുന്നു. ഇവ ഒന്ന് ജർമ്മനിയിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ മറ്റത് ഇറ്റലിയിലാണ് രൂപീകരിക്കപ്പെട്ടത്. മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. Look at the fact is that Hitler, the leader of Nazi party, come to power in Germany. The Treaty of Versailles, imposed by the victorious allies on Germany after the First World War.
അതായത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം, ഒന്നാം ലോക യുദ്ധാനന്തരം നമ്മൾ വേഴ്സായി സന്ധിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ദ ട്രീറ്റി ഓഫ് വേഴ്സായി. ആ വേഴ്സായി സന്ധി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ആ വേഴ്സായി ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വേഴ്സായി ഉടമ്പടി അവർക്ക് അപമാനമായിരുന്നു, ജർമ്മനിക്കാർക്ക്. കാരണം യുദ്ധക്കുറ്റം മുഴുവൻ അവരുടെ തലയിലാണ് കെട്ടിവെച്ചത് അല്ലേ? അപ്പോൾ ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറയുക, ഞാൻ കുറച്ച് പൊടി അവിടെ കൊണ്ട് വാരി കയറി, നിങ്ങളായി പൊടിയെല്ലാം ഇട്ടത്, മര്യാദക്ക് നിങ്ങൾ ഇതൊക്കെ തൂത്തുവാരി കളഞ്ഞോണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എന്നെ ഭാഗ്യം വെച്ചാൽ ഭാഗ്യം ആണോ? ആണ്. അവൻ സത്യം. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? പ്രതികരിക്കും. ഞങ്ങൾ തൂക്കത്തില്ല സാറേ, സാറ് തന്നെ തൂത്ത് കളയാൻ പറയും അല്ലേ? കാരണം അത് അവിടെ കൊണ്ടിട്ടത് ആരാ? ഞാനാണ് കൊണ്ടിട്ടത് അല്ലേ? സ്വാഭാവികമായിട്ട് ഞാനാണ് അത് തൂത്ത് കളയേണ്ടത്. പക്ഷേ ഇവിടെ യുദ്ധത്തിൽ പങ്കെടുത്ത ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമുണ്ട്. പക്ഷേ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ യുദ്ധത്തിന്റെ കുറ്റം മുഴുവൻ ആരുടെ തലയിലായി? ജർമ്മനിയുടെ തലയിലായി. അതിന് വളരെ വൻ തുകയാണ് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടി വന്നത്. അവരുടെ കൈവശമുണ്ടായിരുന്ന കോളനികൾ അവർക്ക് നഷ്ടപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരുപാട് അപമാനകരമായ ഘട്ടങ്ങളിലൂടെയാണ് ജർമ്മനി കടന്നുപോയത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു സന്ധി അല്ലെങ്കിൽ ഈ വേഴ്സായി ട്രീറ്റ് ജർമ്മൻ ജനതയ്ക്ക്, പീപ്പിൾ ഓഫ് ജർമൻസിന് അവർക്ക് അംഗീകരിക്കുന്നതിലും അപ്പുറത്തായിരുന്നു. അവർക്കൊരു അപമാനമായിരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ. Economic destruction and inflation, failure of German government and the resultant political uncertainty with his artillery skills and organization abilities, Hitler easily succeeded in gaining popular support. He dismissed the government and captured power. Socialist, communist, Jews and Democrats were executed. Hitler held the Jews responsible for Germany ruin and humiliation. Jews, the massacre en masse in specially built concentration camp. This is known as Holocaust
അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കണേ. ഇട്ടോ? ഹോളോകോസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. False. Brown shirts. What is the name of the military force in Hitler? Mussolini. എന്താണ്? ബ്ലാക്ക് ഷർട്ട്സ് അഥവാ കരിങ്കുപ്പായക്കാർ. അല്ലേ? കരിങ്കുപ്പായക്കാർ അഥവാ ബ്ലാക്ക് ഷർട്ട്സ് അല്ലേ? അതേപോലെ തന്നെ ആണ് ഹിറ്റ്ലറുടെ ഫോഴ്സിന്റെ പേരാണ് ദ ബ്രൗൺ ഷർട്ട്സ് അഥവാ ഏത് കുപ്പായക്കാര്? താവിട്ട് കുപ്പായക്കാര് അല്ലേ? അപ്പം പരീക്ഷയ്ക്ക് വരികയാണ് ദ മിലിറ്ററി ഫോഴ്സ് ഓഫ് ഹിറ്റ്ലർ എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ബ്രൗൺ ഷർട്ട് അഥവാ തവിട്ട് കുപ്പായക്കാരെന്ന് നിങ്ങൾ എഴുതണം. മനസ്സിലായല്ലോ? ഓക്കെ. ആൻഡ് എ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പ്, അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കണേ. അപ്പോൾ ഇവിടെ ഹിറ്റ്ലറിന്റെ മിലിറ്ററി ഫോഴ്സ് ബ്രൗൺ ഷർട്ട്സ് അഥവാ തവിട്ട് കുപ്പായക്കാരാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അവയുടെ പേരാണ് ഗെസ്റ്റപ്പോ. കേട്ടോ? എന്താണ്? ഗെസ്റ്റപ്പോ. ഓക്കെ. അതായത് ജർമ്മൻ ജനത അപമാനം നേരിട്ടു. ആ അപമാനം നേരിട്ടതിനെതിരെയും അതേപോലെ തന്നെ അതിന് പ്രതികാരം ചെയ്യാൻ, അതിന് പകരം വിട്ടാനും, അതേപോലെ തന്നെ രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാനും, രാജ്യത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാൻ, അങ്ങനെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിവുള്ള ഏതൊരു നേതാവിനെയും അനുസരിക്കാനായിട്ട് അവര് തയ്യാറായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് അഡോൾഫ് ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതാവായിട്ട് മാറുന്നത്. ജർമ്മനിയിൽ നിന്നും അമേരിക്കയിലെത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ കേട്ടിട്ടില്ല ഉണ്ടല്ലോ? ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ? സയന്റിസ്റ്റ് ആണ് അല്ലേ? അപ്പൊ അദ്ദേഹമൊക്കെ ജർമ്മൻകാരായിരുന്നു. അദ്ദേഹമൊക്കെ പിന്നീട് എങ്ങോട്ടേക്കാണ് മൈഗ്രേറ്റ് ചെയ്ത് പോയത്? അമേരിക്കയിലേക്ക്. അവിടെ കേട്ടോ? ഹിറ്റ്ലറിനൊരു വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ജർമ്മനിയുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികള് ജൂതന്മാരാണ്. മനസ്സിലായോ?
ജർമ്മനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ജൂതന്മാര് ആണ് ഈ പ്രശ്നങ്ങൾ ജർമ്മനിക്ക് സൃഷ്ടിച്ചത് എന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. അപ്പോൾ ഇനിയും ഹിറ്റ്ലർ അധികാരത്തിൽ എത്താൻ ഉണ്ടായ ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച വേഴ്സായി ഉടമ്പടി. ഇതവർക്ക് അപമാനകരമായിരുന്നു. രണ്ടാമത്തേതെന്ന് പറയുന്നത്, അക്കാലത്ത് ജർമ്മനിയുടെ സാമ്പത്തിക നിലയാകപ്പാടെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള ആ സാമ്പത്തിക തകർച്ചയും പണപ്പെരുപ്പവും, മനസ്സിലായോ, അതൊരു കാരണമായിരുന്നു. മനസ്സിലായോ? ആരാടാ ഈ അമൽ രമേശ്? അമൽ രമേശ് ആരാ? ആരാണ് അമൽ രമേശ്? അമൽ രമേശ് എന്ന് പറഞ്ഞ ഒരാളുണ്ടോ ഇതിനകത്ത്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ലെങ്കിൽ നമുക്ക് ആളെ വേണ്ട, അല്ലേ? സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരാൾ ക്ലാസ്സിലിരിക്കരുത്. ഞാൻ അവന് ആരാണെന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ജർമ്മനിയിൽ അന്നുണ്ടായിരുന്ന റൂളേഴ്സിന്റെ പരാജയം, ഭരണപരാജയം, അതൊരു കാരണമായിരുന്നു നാസി പാർട്ടി അധികാരത്തിലെത്താൻ. മനസ്സിലായോ? ആ പരാജയം മാത്രമല്ല, കെടുകാര്യസ്ഥതയും ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഹിറ്റ്ലർ ഒരു മികച്ച വാഗ്മിയായിരുന്നു. അദ്ദേഹം ഒരു നല്ല ഓർഗനൈസറായിരുന്നു. അതായത് നല്ല ഒരു പ്രാസംഗികനും നല്ല ഒരു സംഘാടകനുമായിരുന്നു ഹിറ്റ്ലർ. ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എളുപ്പം ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടാനായിട്ട് സാധിച്ചു. മനസ്സിലായോ? അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടിയ അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളി അദ്ദേഹം എന്ത് ചെയ്തു? അധികാരത്തിൽ എത്തി. നാസിസം വന്നതിന് ശേഷം അവർ പ്രധാനപ്പെട്ട അവരുടെ ശത്രുക്കളായിട്ട് കണ്ട 4 വിഭാഗമുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞായിരുന്നു. ദ സോഷ്യലിസ്റ്റ്, ദ ജൂട്സ് ആൻഡ് ഡെമോക്രാറ്റ്സ്, അല്ലേ? ഈ ആരെല്ലാം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ്, അല്ലേ? സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ആരാ പിള്ളേരെ? ഈ അമൽ രമേശ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? നിങ്ങളുടെ ഏതെങ്കിലും 10 A 10 B 10 C 10 D ഉള്ള ആളാണ്?
അമൽ രമേശ്, ആർക്കെങ്കിലും അറിയോ? പത്തേക്കാര്, പത്തേ, പത്ത് ബിക്കാര്, പത്ത് സിക്കാര്, പത്ത് ഡിക്കാര്. അപ്പൊ പിന്നെ നമുക്ക് അവനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ആദ്യം ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചു. ഞാൻ ആരാന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല, ഞാൻ റിമൂവ് ചെയ്തു. സോ അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. അമൽ രമേശിനെ മാർക്ക് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്, ആ 4 അവരുടെ ശത്രുക്കൾ ആരൊക്കെയാണ്? ഓഹോ, അന്ന് നമ്മുടെ അമൽ രമേശിന് ജോയിൻ ചെയ്തേ മതിയാകത്തുള്ളൂ അല്ലേ? സോ നോക്കിയോ, ആരൊക്കെയാണ് 4 ശത്രുക്കൾ, എനിമീസ് അവരുടെ? സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജൂഡ്സ് ആൻഡ് ഡെമോക്രാറ്റ്സ്. അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകാര്, കമ്മ്യൂണിസ്റ്റുകാര്, ഡെമോക്രാറ്റുകള്, പിന്നെ ആരാണ്? ജനാധിപത്യവാദികള് അല്ലേ, അല്ലെങ്കിൽ ഡെമോക്രാറ്റ്സുകള്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഈ ഹിറ്റ്ലർ ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ജർമ്മനിക്കുണ്ടായ ഈ അപമാനങ്ങൾക്കൊക്കെ ഉത്തരവാദികള് ആരായിരിക്കും? ആരാണെന്നാണ് അവർ ഹിറ്റ്ലർ പറയുന്നത്? ജൂതന്മാര്, അല്ലെങ്കിൽ ദ ജൂഡ്സ് ആണ് അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജർമ്മനിയിൽ ഒരു പ്രത്യേക കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് എന്തു ചെയ്തു? ഇത്തരത്തിൽ ഉള്ള ജൂതന്മാരെ അദ്ദേഹം വധിച്ചു, കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒരാളെ പിടിച്ചോണ്ട് വന്നിട്ടല്ല, നിരവധി ആളുകളെ ഒന്നിച്ചു കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. മനസ്സിലായോ? ഇതിന് പറയുന്ന പേര് ഞാൻ മുമ്പേ പറഞ്ഞു. എന്താണ്? വെരി ഗുഡ്, ഹോളോകാസ്റ്റ്. അത് മാർക്ക് ചെയ്തിട്ടേക്കണം കേട്ടോ. ഈ ഹോളോകാസ്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട്സ് എന്ന സൈന്യത്തെയും കൂടാതെ ഡാഷ് എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. എന്താ ഈ ഡാഷ്? ഡാഷിന്റെ അവിടെ നമ്മൾ എന്തെഴുതണം? ഗെസ്റ്റപ്പോ അല്ലേ? ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും തവിട്ടുകുപ്പായക്കാരെന്ന സൈന്യത്തിനും അദ്ദേഹം രൂപം നൽകി. മനസ്സിലായ ഇത്രയും ഭാഗം? ഓക്കെ ഓക്കെ. In charge of assaulting and massacring the Jews, Hitler projected purity of the Aryans race and argued that Aryans should rule the
world. He deified the Aryans' ancestry of the Germans. All other political parties except the Nazi Party were banned. Trade union also were banned. Chempagaraman Pillai and Nazist. Chempagaraman Pillai was a Malayali activist and revolutionary who fought the freedom of India until death. He was the foreign minister of the provisional government of India. Up in the Kabul, Raja Mahendra Pratap, he had the privilege of being the only foreign member in Pan-German Nationalist Party. As he raised his views against Hitler and the Nazi Party, he became their enemy. His assets were confiscated. It is reported that the Nazis, under orders from the Hitler, killed Chempagaraman Pillai അതായത് ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശം എന്നാണ് ഹിറ്റ്ലർ പറയുന്നത്. ആര്യന്മാരാരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മളുടെ കഴിഞ്ഞ 9ലെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? സെൻട്രൽ ഏഷ്യയിൽ നിന്നും ആര്യന്മാർ ഇന്ത്യയിൽ എത്തിയതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ? ഉണ്ടോ? ബാക്കിയുള്ളവർ മറന്നുപോയോ? ആ ഓക്കെ. അനീറ്റ, മേഘ രാജേന്ദ്രൻ, അയന വിനോദ്, ഓർക്കുന്നുണ്ടോടി? ആണോ? ഓക്കെ.
നമ്മൾ 9ാം ക്ലാസ്സിൽ ആര്യന്മാരെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? കെസിയ, ജെറുഷ, ആരാടിയിരിക്കുന്നത്? സോ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ 9ാം ക്ലാസ്സിലെ ആര്യൻസിനെ കുറിച്ച് ആര്യന്മാരെ കുറിച്ച് പഠിച്ചത്? ഒൻപതിലും 8ലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8ലും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലോ. സെൻട്രൽ ഏഷ്യയിൽ നിന്നും അവിടെ ആര്യന്മാരിവിടെ എത്തിയത് അല്ലേ? അപ്പോൾ ആ ആര്യന്മാരുടെ വംശമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്, അല്ലെങ്കിൽ ആ വംശത്തെയാണ് ആര് പ്രൊജക്റ്റ് ചെയ്തത്? നമ്മളുടെ ഹിറ്റ്ലർ പ്രൊജക്റ്റ് ചെയ്തത്. മനസ്സിലായല്ലോ? ഇത്രയും ഭാഗം? ഓക്കെ. അനന്തു അനീഷ്, എല്ലാം മ്യൂട്ട് ചെയ്തിരുന്ന് ഉറങ്ങുവന്നു. അനന്തു ബിജു, ഹരികൃഷ്ണൻ, ബാലാനന്ദൻ, ആ നീ എവിടെ ആയിരുന്നല്ലോ? നിന്നെ കാണാനില്ലായിരുന്നല്ലോ. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. സോ അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ബാലാനന്ദൻ? എന്തെങ്കിലും സംശയമുണ്ടോ? ഒന്നുമില്ല. ശരി. സോ ഈ ആര്യന്മാരാണ് ശ്രേഷ്ഠന്മാരെന്നും ഇവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ പറഞ്ഞു. അദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ എന്ത് ചെയ്തു? നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും ബാൻ ചെയ്തു, അഥവാ നിരോധിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. മനസ്സിലായോ? തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അതേപോലെ തന്നെ ജനങ്ങൾക്ക്, ജർമ്മനിയിലെ ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. അഥവാ ഒരു കുടുംബത്തിലെ ഒരാണെങ്കിലും സൈന്യത്തിൽ ചേർന്നിരിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ സൈനിക നിർബന്ധമാക്കിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഞാൻ ഡിഗ്രിക്കൊക്കെ ഇത് പഠിച്ചപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഒരു കുടുംബത്തിൽ ഒന്നിലധികം ആൺകുട്ടികളുണ്ട്, ഒരാളെ നിർബന്ധമായിട്ടും സൈന്യത്തിൽ ചേർത്തിരിക്കണമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വേഴ്സായി സന്ധിക്കെതിരെ ജനങ്ങളിൽ വിഷം കുത്തി നിറച്ച് അവരെ പ്രതികാരം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. ഓക്കെ. നോക്കിയേ, military service was made compulsory. Hitler incited a spirit of revenge among the Germans.
against the terms of Treaty of Versailles. He used newspapers, radio, cinema, and education system widely to propagate the ideologies of Nazism. Taking advantages of feelings of revenge among Germans, Hitler adopted an aggressive foreign policy. He attacked Austria and Czechoslovakia. Germany formed an alliance with Italy and Japan. It was opposed by other countries. Ultimately, this led to the outbreak of another world war. Picture of concentration camp where Jews and communists were massacred. The ideology put forth by both fascist and Nazist has several similarities. Find some examples from the textbook. അഥവാ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചില എക്സാമ്പിൾസ് ഈ നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും സിമിലാരിറ്റീസ് ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോടൊരു ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അനഘ കണ്ണനും വേറെ ആരും ഒരാൾ ഒഴിച്ച് ബാക്കി ആരും അത് ചെയ്ത് എനിക്ക് അയച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ കാണാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അനഘ കർണൻ്റെ ഞാൻ കണ്ടായിരുന്നു. അനഘ, നിൻ്റെത് നീ എനിക്ക് ഇട്ട് തന്നത് ഞാൻ കണ്ടായിരുന്നു. വെരി ഗുഡ്. പക്ഷേ എങ്കിൽ വേറെ ആരും ഇട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തു പറ്റി? മോളെ നിന്റെ പേരെന്തായിരുന്നടി? ആർദ്രാജാരി അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ കണ്ടായിരുന്നു. സോറി ഞാൻ മറന്നുപോയത് കേട്ടോ. നീ ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. ആർദ്രാജ്, ശരിയാ. ഈ ഒരുപാട് ഗ്രൂപ്പും മെസ്സേജും ആയതുകൊണ്ട് അപ്പം നിങ്ങൾ ഇനി ഒരു കാര്യം ആ ഗ്രൂപ്പിലോട്ട് അങ്ങ് ഇട്ടാൽ മതിയേ കേട്ടോ. കാരണം എന്നാന്നറിയാമോ, ഈ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നു. ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പിള്ളേർ ഒത്തിരി മെസ്സേജ് അയക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകൾ മുഴുവനില്ല, എല്ലാ ക്ലാസ്സിൻ്റെയും ഗ്രൂപ്പിനകത്തുണ്ടല്ലോ. അപ്പോൾ ഈ മെസ്സേജുകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഏറ്റവും മേളിൽ വരുന്ന 1-2 മെസ്സേജ് ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ അങ്ങ് താഴെ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ അത്രയും ഇതിലേക്ക് പോയി നോക്കാൻ ചിലപ്പോൾ പെട്ടെന്ന് പറ്റത്തില്ല. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴായിരിക്കും അതിലേക്ക് നമ്മൾ പോയി എല്ലാം സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ
ഇനി എല്ലാവരും എഴുതി ആ ഗ്രൂപ്പിനകത്തോട്ട് പോസ്റ്റ് ചെയ്യും കേട്ടോ. സോ വേറെ ആരെങ്കിലും വായിച്ചായിരുന്നോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? നാസി പാർട്ടി ഒഴികെയുള്ള പാർട്ടികളെല്ലാം ഹിറ്റ്ലർ എന്ത് ചെയ്തു? ബാൻ ചെയ്തു, നിരോധിച്ചു. മനസ്സിലായോ? മനസ്സിലായല്ലോ എത്ര ഭാഗം? ആ അപ്പം ആ വർക്കൊന്ന് നിങ്ങൾ ചെയ്യണം. എഴുതിയിട്ടെ. പേജ് കണ്ടല്ലോ അല്ലേ? നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ ഒരു സെമിനാറൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനൊന്നും സമയമില്ല കേട്ടോ. അല്ല അവിടെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് കണ്ടോ? ഓക്കെ. അതായത് ഹിറ്റ്ലർ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് കമ്പൽസറി ആയിട്ടുള്ള മിലിറ്ററി സർവീസ് ഏർപ്പെടുത്തി. അതായത് നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനം. അതേപോലെ തന്നെ വേഴ്സായി ട്രീറ്റി ഓഫ് വേഴ്സായി അല്ലെങ്കിൽ വേഴ്സായി സന്ധി, ആ വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിലെ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. അതേപോലെ തന്നെ പത്രം, റേഡിയോ, വിദ്യാഭ്യാസം മുതലായവയെ ആശയപ്രചരണത്തിനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഹിറ്റ്ലർ ജനങ്ങളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രതികാര മനോഭാവത്തെ ഹിറ്റ്ലർ ചൂഷണം ചെയ്തു. മനസ്സിലായോ? ഹിറ്റ്ലർ ചൂഷണം ചെയ്തു. ഒരു മിനിറ്റ്, പുസ്തകം നോക്കി എന്താ വന്നേ? അപ്പോഴ് അങ്ങനെ അവരുടെ ആ പ്രതികാര മനോഭാവത്തെ ഹിറ്റ്ലർ നന്നായി ചൂഷണം ചെയ്തു. അതേപോലെ തന്നെ അഗ്രസീവ് ഫോറിൻ പോളിസി, അതായത് ആക്രമണപരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഒരു വിദേശ നയം, ആ വിദേശ നയം എന്താണ്? അതിതീവ്രമായ ഒരു വിദേശ നയമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അഗ്രസീവ് ഫോറിൻ പോളിസി. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ നയത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആസ്ട്രിയ, അതേപോലെ തന്നെ ചെക്കോസ്ലാവേക്യ, ഈ രാജ്യങ്ങളുടെ പേരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ആസ്ട്രിയ ആൻഡ് ചെക്കോസ്ലാവേക്യ എന്നീ രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിച്ചു, അല്ലെങ്കിൽ ജർമ്മനി ആക്രമിച്ചു. മനസ്സിലായല്ലോ? മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിച്ചു. കൂടാതെ അദ്ദേഹം എന്ത് ചെയ്തു? ഇറ്റലി, ജപ്പാൻ മുതലായ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഒരു മിലിറ്ററി അലയൻസ് ഉണ്ടാക്കി, ഒരു സൈനിക സഖ്യം ഉണ്ടാക്കി. ഇറ്റലി വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് കാര്യമായിട്ടുള്ള പരിഗണന ലഭിച്ചില്ല. അപ്പോൾ അതേപോലെ തന്നെ ജപ്പാനുമായും ഇറ്റലിയുമായും ചേർന്ന് ഒരു സൈനിക സഖ്യത്തിന് രൂപം നൽകി.
അപ്പോൾ ഹിറ്റ്ലർ ഇങ്ങനെ സഖ്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഹിറ്റ്ലറുടെ ഈ നയത്തെ മറ്റു രാജ്യങ്ങൾ എതിർക്കുകയും അവരെന്ത് ചെയ്തു, മറ്റു പല സൈനിക സഖ്യങ്ങളും രൂപീകരിച്ചു. ഇത് മറ്റൊരു ലോകയുദ്ധത്തിന് കാരണമാവുകയും ചെയ്തു. മനസ്സിലായോ? അവിടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു ദൃശ്യം, ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നാസികളെ, സോഷ്യലിസ്റ്റുകളെയും അതേപോലെ തന്നെ ജൂതന്മാരെയും കൂട്ടക്കൊല ചെയ്യുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ? അതേപോലെ തന്നെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എക്സ്ട്രാ റീഡിങ്ങിന് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. സോ അതായത് ആൻ ഫ്രാങ്ക് എന്ന് പറയുന്നത് ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പ് ജൂതന്മാരെ കൊല ചെയ്യുന്ന, ജൂതന്മാരെ വേട്ടയാടുന്നതിൻ്റെ ഒരു അനുഭവ കുറിപ്പാണ് ഈ ഡയറി കുറിപ്പിൽ അവരെ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ നാസികളുടെ ഭരണകാലത്ത് ആൻ ഫ്രാങ്കിന്റെ കുടുംബം ജർമ്മനിയിൽ നിന്നും ഒളിച്ചു അല്ലെങ്കിൽ പലായനം ചെയ്തു. അവരറിയാതെ ഒളിച്ചുകൂടി. എന്നാൽ അങ്ങനെ പോയപ്പോഴും നാസികളുടെ പിടിയിലായ ആൻ ഫ്രാങ്കും അവരുടെ സഹോദരിയും. അതിനുശേഷം അവര് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെടുകയും മരണപ്പെടുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റൊന്നായിരുന്നു, ഒരു എക്സ്ട്രാ റീഡിങ് കൊടുത്തിട്ടുണ്ട്, ചെമ്പകരാമൻ പിള്ളയും. ചെമ്പകരാമൻ പിള്ളയും നാസികളും. ചെമ്പകരാമൻ പിള്ള ഒരു മലയാളിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ ജീവിതാവസാനം വരെ പോരാടിയ ഒരു മഹത് വ്യക്തിയായിരുന്നു ചെമ്പകരാമൻ പിള്ള. അദ്ദേഹം കാബൂളിൽ സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിലെ ഒന്നാമത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു. കാബൂളിലാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ ഇദ്ദേഹം ജർമ്മനിയുടെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ആളായിരുന്നു. അങ്ങനെ ജർമ്മനിയുടെ ദേശീയ കക്ഷിയിൽ അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശി കൂടിയായിരുന്നു ഇദ്ദേഹം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ജർമ്മനിയുടെ ഇതില് അംഗത്വമുണ്ടായിരുന്ന ഏക വിദേശീയനായിരുന്നു ആര്? ഈ ചെമ്പകരാമൻ പിള്ള. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യകാലത്ത് അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആയിരുന്നെങ്കിലും അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഹിറ്റ്ലറുമായും നാസി പാർട്ടിയുമായിട്ട് ഒരകൽച്ചയുണ്ടായി. അങ്ങനെ ഹിറ്റ്ലറുമായും നാസി പാർട്ടിയുമായിട്ടും അകന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ ശത്രുവായി മാറി. അങ്ങനെ ശത്രുവായപ്പോഴേക്കും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വസ്തുക്കളൊക്കെ സർക്കാർ ജപ്തി ചെയ്തെടുത്തു. അപ്പോൾ തെളിവൊന്നും ഇല്ലെങ്കിൽ പോലും
ഈ ചെമ്പകരാമൻ പിള്ളയുടെ മരണത്തിന് ഉത്തരവാദികൾ നാസികളാണെന്ന് പറയപ്പെടുന്നു. മനസ്സിലായോ? സമയം എത്രയായി ദേവദത്ത? ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. ഞാൻ എന്താടി അങ്ങനെ ചോദിച്ചേ? ഞാൻ സമയം ചോദിച്ചുകൊണ്ടാണോ? സോ നോക്കിക്കോ, അവിടെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? പിന്നെ അതേപോലെ തന്നെ ഫാസിസവും നാസിസവും തമ്മിൽ ഉള്ള ഒരു കമ്പാരിസൺ നടത്താൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? അതൊന്ന് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കും കേട്ടോ. അവിടെ കൊടുത്തിട്ടുണ്ട് കുറെ. ഒന്നും രണ്ടും കോളങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? മൂന്നാമത്തെ കോളം നിങ്ങളൊന്ന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു സെമിനാർ നടത്താനും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത് ഇപ്പോൾ സമയക്കുറവ് മൂലം സെമിനാർ നടത്താനായിട്ട് പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ നാസിസവും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. മടുത്തോ? ബോറടിച്ചെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ ബാക്കി കുറച്ചും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാം. എന്തു പറയുന്നു? പറയൂ. ബോറടിച്ചു. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. മനസ്സിലായോ? പോകാൻ പറ്റട്ടെ. പോകരുത്, ആരും പോകരുത്. ചെറിയൊരു പണിയും കൂടുണ്ട്. ഏബിൾ പി സജി ലെഫ്റ്റ് ചെയ്തു. അബിയ കെ മാമൻ ലെഫ്റ്റ് ചെയ്തു. മോളെ ആദിത്യ ലെഫ്റ്റ് ചെയ്തു. അഫിൻ സ്റ്റീഫൻ ലെഫ്റ്റ് ചെയ്തു. മോനെ അജ്മൻ ലെഫ്റ്റ് ചെയ്തു. മോനെ ലെഫ്റ്റ് ചെയ്തോടാ. അഖിൽ അഖിലനി അഖിലനിൽ അവൻ ഉറങ്ങിപ്പോയി കേട്ടോ. അക്ഷയ് മോൻ അക്ഷിത ലെഫ്റ്റ് ചെയ്തു. മോളെ അലീന ലെഫ്റ്റ് ചെയ്തു. മോളെ അലൻ കെ ഡാനിയൽ ലെഫ്റ്റ് ചെയ്തു. മോനെ ലെഫ്റ്റ് ചെയ്തു. നീ ലെഫ്റ്റ് ചെയ്തു. അനഘ
ലെഫ്റ്റ് ചെയ്ത മോളെ. അനന്തു. അനന്തു. അനീറ്റ. ആ ലെഫ്റ്റ് ചെയ്ത മോളെ. ആൻസ് തോമസ്. ലെഫ്റ്റ് ചെയ്ത മോളെ. അനില. അൻസില. അൻസില ലെഫ്റ്റ് ചെയ്ത മോളെ. അനു മേരി. ലെഫ്റ്റ് ചെയ്ത മോളെ. ആർദ്ര രാജു. ആ മോളെ ലെഫ്റ്റ് ചെയ്തോ. അർജുൻ. ആഷ്ലി. ലെഫ്റ്റ് ചെയ്ത മോളെ. അശ്വിന. സനൽ. ലെഫ്റ്റ് ചെയ്ത മോളെ. അയന വിനോദ്. ആ ലെഫ്റ്റ് ചെയ്തോ. ബാലാനന്ദ്. ലെഫ്റ്റ് ചെയ്ത മോനെ. ക്രിസ്റ്റിൻ. ലെഫ്റ്റ് ചെയ്ത മോനെ. ദേവദത്തൻ. ആ ലെഫ്റ്റ് ചെയ്ത മോനെ. ദേവിക. ആ ലെഫ്റ്റ് ചെയ്ത മോളെ. ദിൽജിത്ത്. ലെഫ്റ്റ് ചെയ്ത മോനെ. ഹന. ലെഫ്റ്റ് ചെയ്തു. ഹരികൃഷ്ണൻ. ലെഫ്റ്റ് ചെയ്ത. ജെർമി. ആ ലെഫ്റ്റ് ചെയ്തു. ആ ജെർഷ. സോറി പേരിവിടെ ജെർമിനാണ് കിടക്കുന്നത്. പേര് മാറ്റണേ. ജെർഷ. ജെറിൻ. ലെഫ്റ്റ് ചെയ്തോ. കെസിയ. ആ നിന്റെ മോനെ നിന്റെ പേര് ജെറിൻ. ആ ലെഫ്റ്റ് ചെയ്തോ. ഞാൻ കണ്ടു. കെസിയ. ലെഫ്റ്റ് ചെയ്തോ മോനെ. ഓക്കെ. മേഘ രാജേന്ദ്രൻ. ലെഫ്റ്റ് ചെയ്തോ മോനെ. മെൽബിൻ. ലെഫ്റ്റ് ചെയ്തോ മോനെ. മെറിൻ ജോൺ. ലെഫ്റ്റ് ചെയ്തോ. മിഥുൻ. പി കെ. ആ ലെഫ്റ്റ് ചെയ്തോ. മുഹ്സിന. ലെഫ്റ്റ് ചെയ്തോ മോളെ. സന്ധ്യ. സന്ധ്യ. സിബിൽ മാത്യു. ലെഫ്റ്റ് ചെയ്ത മോനെ. സ്റ്റിയ. ലെഫ്റ്റ് ചെയ്ത മോനെ. അർജുൻ സുരേഷ് അല്ലേ? ഉറങ്ങിപ്പോയോടാ? നിന്നെ എത്ര നേരം ഞാൻ വിളിച്ചെന്നറിയാം.
ഓക്കെ ലെഫ്റ്റ് ചെയ്തു. അർജുൻ ഇവിടെ അർജുൻ സുരേഷ് ആണല്ലോ അവിടെ കിടക്കുന്നത്. അതൊന്ന് കൃത്യമാക്കണം കേട്ടോ കേട്ടോ. ഓക്കെ, നിന്നെ ഇട്ട് പഠിപ്പിച്ചോണ്ടാണ് ഞാൻ നിന്റെ അർജുനിൻ്റെ പേര് കണ്ടപ്പോഴേ ഞാൻ ആക്സെപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. കാരണം ഈ പേരിൽ മിസ്റ്റേക്ക് വന്നാലേ നമുക്ക് ടീച്ചേഴ്സ്, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് കൊടുക്കണ്ടല്ലോ ആരൊക്കെ കയറിയെന്ന് അറിയണ്ടേ. ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്യണേ. ഓക്കെ ഓക്കെ. ആരാണ് സന്ധ്യ? ആകാശ്. മോനെ ഇത് പേര് മാറ്റണം കേട്ടോ. ആകാശ് ഫുൾ നെയിം പറഞ്ഞേടാ. ആകാശ് ബി നായർ, ഡിവിഷൻ 10C അല്ലേ? ഓക്കെ, ലെഫ്റ്റ് ചെയ്തു.